അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖാതിമി റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വസായിരി അത്ബാഇഹി അൽ മുസ്തംസികീന ബിദീനില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 പിതാമഹന്മാരെ നമ്മൾ പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുത്ത പിതാമഹനാണല്ലോ അബ്ദുൽ മുത്തലിബ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിനെക്കുറിച്ച് ഒരല്പം പറയൽ അത്യാവശ്യമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അബ്ദുൽ മുത്തലിബ് ഹാഷിമിൻ്റെ മകനാണ്. നമുക്കറിയാം, കാന ഹാഷിമു ബിനു അബ്ദി മനാഫ് ഖദ് തസവ്വജ ബിംറാഅത്തിൻ ശരീഫ. ഹാഷിമു ബിനു അബ്ദി മനാഫ് അദ്ദേഹം മാന്യയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മിൻ ബനി അദീബിൻ നജ്ജാർ ബി യസ്രിബ. യസ്രിബിലെ അദീബിൻ നജ്ജാറിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മാന്യയായ ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. യസ്രിബ് എന്ന് പറയുന്നത് മദീനയുടെ പഴയ നാമമാണ്. വഹിയ സെൽമ ബിൻതു അംർ. അംറിൻ്റെ മകൾ സെൽമയാണ് ആ സ്ത്രീ. സുമ്മ മാത്ത ഹാഷിമുൻ ബി ഗസ്സ മിൻ ബിലാദി ഷാം. പിന്നീട് ഷാമിലെ ഗസ്സയിൽ വെച്ച് ഹാഷിം മരണപ്പെട്ടു. വഹിയ ഹാമിലുൻ മിൻഹു ബി വലദിൻ. ആ സമയത്ത് ഈ സ്ത്രീ അദ്ദേഹത്തിൽ നിന്ന് ഗർഭിണിയാണ്. ഫലമ്മ വലഅത്തുഹു. അങ്ങനെ ആ സ്ത്രീ ഈ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ സമ്മത്തുഹു ഷൈബ. ഈ കുഞ്ഞിന് ഷൈബ എന്ന് പേര് വിളിച്ചു. വ തറബ ഷൈബ ബി യസ്രിബ. ഷൈബ യസ്രിബിൽ വളർന്നു, മദീനയിൽ വളർന്നു. ഫി അഹ്വാലിഹി. തൻ്റെ മാതൃ സഹോദരന്മാരുടെ കൂട്ടത്തിലായിട്ട് മുക്കറമൻ, വളരെ ആദരണീയനായിട്ട് വളർന്നു. സിനീൻ 7 വർഷം. 7 വർഷക്കാലം തൻ്റെ മാതൃ സഹോദരന്മാർക്കിടയിൽ വളരെ ആദരണീയനായിട്ട് തന്നെ ഷൈബ വളർന്നു. സുമ്മ അതാ ബിഹി അമ്മുഹു അൽ മുത്തലിബ് ഇലാ മക്ക. പിന്നീട് ഷൈബയുടെ പിതൃ സഹോദരനായ മുത്തലിബ് ഷൈബയെ മക്കയിലേക്ക് കൊണ്ടുവന്നു. ഷൈബയെ മക്കയിലേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം, ഹാഷിമായിരുന്നു നേരത്തെ മക്കയുടെ നേതൃത്വം വഹിച്ചിരുന്നത്. ഹാഷിമിൻ്റെ മരണശേഷം ആ നേതൃത്വ പദവി മുത്തലിബ് ഏറ്റെടുക്കുകയായിരുന്നു. മുത്തലിബിന് പ്രായമായി. ആ സമയത്ത് മുത്തലിബ് ചിന്തിക്കുകയാണ്, എൻ്റെ മരണശേഷം ആരാണ് ഈ മക്കയുടെ നേതൃത്വം ഏറ്റെടുക്കുക? ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ സഹോദരനായ ഹാഷിമിൻ്റെ പുത്രൻ ഷൈബ തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി. അങ്ങനെയാണ് മദീനയിൽ പോയി ഷൈബയെ കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടത്. ഫക്കാന യഖൂലു ലിമൻ യസ്അലു അൻഹു. ഷൈബയെക്കുറിച്ച് ചോദിക്കുന്നവരോടൊക്കെ മുത്തലിബ് പറയുമായിരുന്നു, അബ്ദുല്ലി, ഇതെൻ്റെ ദാസനാണ്, എൻ്റെ അടിമയാണെന്ന് പറയുമായിരുന്നു. അതിൻ്റെ കാരണം, ഷൈബ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തൻ്റെ വാഹനപ്പുറത്ത് വരുന്ന സമയത്ത് വളരെ മുഷിഞ്ഞ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. അത് കാരണം, ലജ്ജ കാരണമാണ് മുത്തലിബ് അത് എൻ്റെ അടിമയാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഫലമ്മ ദഖല ബിഹി മക്ക. ഷൈബയുമായി മുത്തലിബ് മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, വൃത്തിയായി. ആ സമയത്ത് ഖാല, മുത്തലിബ് പറഞ്ഞു, ഇന്നമാ ഹുവ ഷൈബ ഇബ്നു അഖി ഹാഷിം.
ഇതെൻ്റെ സഹോദരൻ ഹാഷിമിൻ്റെ പുത്രൻ ഷൈബയാണ്, ഇതെൻ്റെ അടിമയല്ല. ഇതെൻ്റെ സഹോദരൻ ഹാഷിമിൻ്റെ പുത്രൻ ഷൈബയാണ്. വലാക്കിൻ പക്ഷേ ഗലബ അലൈഹി, ആ ഷൈബ എന്ന നാമത്തേക്കാൾ പ്രബലമായി തീർന്നു ഇസ്മു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്ന നാമം. എല്ലാവരും അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അതിനാണ് പ്രചാരം കിട്ടിയത്. കമാ സമ്മൗഹു, അവർ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ പേര് വിളിച്ചതുപോലെ, കമാ സമ്മൗഹു, അപ്രകാരം തന്നെ അവർ അദ്ദേഹത്തെ വിളിച്ചു. ബിഷൈബത്തുൽ ഹംദ്, ഷൈബത്തുൽ ഹംദ് എന്നും വിളിച്ചു. ലികസ്റത്തി ജൂദിഹി വ കറമിഹി, അദ്ദേഹത്തിൻ്റെ വലിയ ദയയും ഔദാര്യവും കാരണമായിട്ട് ഷൈബത്തുൽ ഹംദ് എന്നും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോറ അബ്ദുൽ മുത്തലിബ്, അങ്ങനെ അബ്ദുൽ മുത്തലിബ് ആയിത്തീർന്നു സയ്യിദ ഖുറൈശ്, ഖുറൈശികളുടെ നേതാവായിത്തീർന്നു. വന്തഹത്ത് ഇലഹി റിയാസ ബഅദൽ മുത്തലിബ്, മുത്തലിബിന് ശേഷം നേതൃത്വം അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നു. മക്കയുടെ നേതൃത്വം മുത്തലിബിലേക്ക് എത്തിച്ചേർന്നു. കമാ കാനത്ത് ഇലഹി സിഖായ, അപ്രകാരം തന്നെ സിഖായത്ത് വർ റിഫാദത്തും അദ്ദേഹത്തിനായി ബഅദഹു, മുത്തലിബിന് ശേഷം. സിഖായത്ത് എന്ന് പറയുന്നതും റിഫാദത്ത് എന്ന് പറയുന്നതും രണ്ട് പദവികളാണ്. മക്കയിൽ ഹജ്ജിന് വേണ്ടി വരുന്ന തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുന്ന ചുമതലയാണ് സിഖായത്ത്. തീർത്ഥാടകർക്ക് ഭക്ഷണം നൽകുന്ന ചുമതലയാണ് റിഫാദത്ത്. ഈ രണ്ട് ചുമതലയും മുത്തലിബിന് ശേഷം അബ്ദുൽ മുത്തലിബിനായിത്തീർന്നു. കഅബയുമായി ബന്ധപ്പെട്ട് വേറെയും സ്ഥാനങ്ങൾ, ചുമതലകൾ ഉണ്ട്. ഹിജാബ, കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്ന പദവി, അതാണ് ഏറ്റവും വലിയ പദവി. അതുപോലെ നദ്വ, ദാറുൻ നദ്വയിൽ വെച്ചാണല്ലോ യോഗങ്ങളൊക്കെ ചേരാറുള്ളത്. ഇതിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സ്ഥാനമാണ് നദ്വ. അതുപോലെ ലിവാ, യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ കൊടി പിടിക്കാനുള്ള അധികാരം. ഇങ്ങനെ പല പദവികൾ കഅബയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദവികളാണ് ജലവിതരണവും ഭക്ഷണ വിതരണവും ചെയ്യാനുള്ള ചുമതല. ഇത് രണ്ടും അബ്ദുൽ മുത്തലിബിനായി. വഹുവല്ലദി ഹഫിറ സംസം, സംസം കിണർ കുഴിച്ച ആളാണ് അബ്ദുൽ മുത്തലിബ്. അതായത് ബിഅറ അബീഹിം ഇസ്മായിൽ അലൈഹിസ്സലാം, അവരുടെ പിതാവായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കിണർ, അത് വീണ്ടും പുനർനിർമ്മാണം നടത്തിയ ആളാണ് അബ്ദുൽ മുത്തലിബ്. ബഅദ അൻ കാനത്ത് മത്മൂമത്തൻ, അത് മൂടപ്പെട്ടതായിരുന്നു. മിൻ അഹദി ജുർഹുമിൻ്റെ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മൂടപ്പെട്ടു പോയതായിരുന്നു. അതിനുശേഷം അത് വീണ്ടും കുഴിച്ചെടുത്തത് അബ്ദുൽ മുത്തലിബാണ്. വഹുവ അവ്വലുമൻ ത്വലൽ കഅബ ബിദഹബ്, കഅബയെ ആദ്യമായിട്ട് സ്വർണം പൂശിയത് അദ്ദേഹമാണ്. വക്കാന മഫ്സ ഖുറൈശിൻ ഫിൻ നവായിബ്, വിപത്തുകളിൽ ഖുറൈശികളുടെ അഭയകേന്ദ്രമായിരുന്നു അദ്ദേഹം. വമൽജാഹും ഫിൽ മസായിബ്, ആപത്തുകളിൽ ഖുറൈശികളുടെ രക്ഷാസങ്കേതവും ആയിരുന്നു. കമാ കാന റഫീഖൻ ബിൽ ഹയവാൻ, അപ്രകാരം തന്നെ ജീവികളുടെ കൂട്ടാളിയായിരുന്നു അദ്ദേഹം. യർഫൗ മിൻ മായിദത്തിഹി, തൻ്റെ സുപ്രയിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ ഭക്ഷണത്തളികയിൽ നിന്ന് അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നു. ലിത്വൈരി വൽ വുഹൂസ് ഫി റഊസിൽ ജിബാൽ,
പർവ്വതങ്ങളിൽ വസിക്കുന്ന ജീവികൾക്ക് വേണ്ടിയും പക്ഷികൾക്ക് വേണ്ടിയുമൊക്കെ തൻ്റെ തളികയിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ ജീവികളോട് വലിയ കരുണ കാണിക്കുന്ന ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. കാന അബ്ദുൽ മുത്തലിബ് മദീദൽ ഖാമ. അബ്ദുൽ മുത്തലിബ് നല്ല ഉയരമുള്ള ആളായിരുന്നു. അബിയൽ ലൗനി, വെളുത്ത ആളായിരുന്നു. ഹസനൽ വജ്ഹി, മുഖസൗന്ദര്യമുള്ള ആളായിരുന്നു. വഫി ജബീനിഹി നൂറുൻ നുബുവ, അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നുബുവത്തിൻ്റെ പ്രകാശമുണ്ടായിരുന്നു. വഇസ്സുൽ മുൽക്ക്, രാജാധികാരത്തിൻ്റെ പ്രതാപവും അദ്ദേഹത്തിൻ്റെ മുഖത്ത്, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരുന്നു. വ മുഅമ്മിറൻ, ദീർഘകാലം ജീവിച്ച ആളായിരുന്നു. ആശമിയത്തൻ വ അർബഈന സന, 140 വർഷം അദ്ദേഹം ജീവിച്ചു. വക്കാന മിമ്മൻ ഹറമൽ ഖംറ അലാ നഫ്സിഹി ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ സ്വയം കള്ള് നിഷിദ്ധമാക്കിയവരിൽപ്പെട്ട ആളാണ്. കമാ അന്നഹു കാന മിമ്മൻ റഫള ഇബാദത്തുൽ ഔസാൻ, ഇപ്രകാരം തന്നെ അദ്ദേഹം ബിംബാരാധകരെ നിരാകരിച്ച ആളായിരുന്നു. കമാ അന്നഹു ഖാൻ, അപ്രകാരം തന്നെ അദ്ദേഹമായിരുന്നു മിമ്മൻ റഫള ഇബാദത്തുൽ ഔസാൻ, ബിംബാരാധനയെ നിരാകരിച്ച ആളുകളിൽപ്പെട്ട വ്യക്തിത്വമായിരുന്നു. മാത്രവുമല്ല, സീറത്തുൽ ഹൽബിയെ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കളോട് അക്രമവും അരാജകത്വവും വെടിഞ്ഞു നിൽക്കാനും സൽസ്വഭാവികളായി ജീവിക്കാനുമൊക്കെ നിർദ്ദേശിക്കുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരക്രമിയും അവൻ ചെയ്ത അക്രമത്തിൻ്റെ ശിക്ഷ ലഭിക്കാതെ ഈ ലോകത്തു നിന്ന് വിട പറയുകയില്ല. ആ സമയത്താണ് ഷാമിലെ അതിക്രൂരനായ ഒരു അക്രമി മരണപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ദുന്യാവിൽ വെച്ച് ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നില്ല. ഈ കാര്യം അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അല്പനേരം ചിന്താകുലനായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്ന വറാഅ ഹാദിഹി ദാർ ദാറുൻ യുജ്സാ ഫിഹാ അൽ മുഹ്സിൻ ബി ഇഹ്സാനിഹി വയുആഖബുൽ മുസീഉ ബി ഇസാഅതിഹി. അല്ലാഹുവാണ് സത്യം, ഈ ജീവിതത്തിന് ശേഷം, ഈ വീടിന് ശേഷം മറ്റൊരു വീട് വരാനുണ്ട്. അവിടെ വെച്ച് നന്മ ചെയ്തവന് അവൻ്റെ നന്മയുടെ പ്രതിഫലവും തിന്മ ചെയ്തവന് അവൻ്റെ തിന്മയുടെ ശിക്ഷയും ലഭിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രത്തോളം നല്ല ഒരു വിശ്വാസിയായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.